വളരെ രസമുള്ള മനോഹരമായൊരു വീട്ടിലേക്കാണ്. ചെടികൾ കൊണ്ട് പൂക്കൾ കൊണ്ട് ഒക്കെ നിറഞ്ഞ ഒരു വീട്. കൊല്ലം തില്ലേരിയിലെ ആ വീടൊന്ന് കണ്ടുവരാം. നമുക്ക് വീടുകളിൽ പൂന്തോട്ടം ഉണ്ടാക്കാനും പൂക്കളെ പരിപാലിക്കാനും ഒക്കെ തന്നെ വലിയ ഇഷ്ടമുള്ള ആൾക്കാരാണ് ഭൂരിപക്ഷം ആൾക്കാരും. എന്നാൽ വീട് തന്നെ ഒരു പൂന്തോട്ടമാക്കിയ വ്യക്തി കൊല്ലം സ്വദേശിയാണ് ജോമോൻ ജാക്കി. അദ്ദേഹത്തിൻ്റെ കാഴ്ചകൾ കാണാം, വീട് കാണാം, വിശേഷങ്ങൾ കേൾക്കാം. ഇതാണ് ജോമോൻ ജാക്കി. ഒരു പൂ ചോദിച്ചപ്പോൾ ഒരു പൂക്കാലം തന്നെന്ന് പറയാറുണ്ട്. ഒരു ചെറിയ പൂന്തോട്ടത്തിന് പകരം വീട് മൊത്തം ഒരു പൂന്തോട്ടമാക്കി. പറ, കഥ കേൾക്കട്ടെ. ഈ പ്ലാന്റിൻ്റെ പേര് കാറ്റ്സ് ക്ലോ എന്നാണ്. ഇത് ഞാൻ ലോക്ക്ഡൗണിന് മുന്നോട്ടായിട്ടുള്ള ഒരു മാസം മേടിച്ച് വെച്ചതാണ്. ഇപ്പോൾ കറക്റ്റ് ഒരു 5 വർഷത്തോളം ആയി. അപ്പം ഇപ്പോഴാണ് എനിക്ക് ഈ വർഷമാണ് ഇച്ചിരി കൂടുതൽ ഫ്ലവർ വന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മെയിൻ ഈ ഫ്ലവർ തന്നെയാണ്. ഫ്ലവർ ഇല്ലാതിരിക്കുമ്പോഴും ഒരു പ്രത്യേകത ഉണ്ട്. പച്ചപ്പ്, അതായത് ഇതിൻ്റെ ഇലകൾ കണ്ടില്ലേ, ഇത് പ്ലാസ്റ്റിക്കിൻ്റെ ഇല പോലെ ഇരിക്കും. കാണാൻ നല്ല ഭംഗിയാണ്. തൊടുമ്പത്തെല്ലാം പ്ലാസ്റ്റിക് പോലെ തന്നെ ഇരിക്കും. ഈ കാണുന്നതാണ് ഇതിൻ്റെ റൂട്ട്. ഞാനിതാ ഈ സൈസ്, അതാണ്ട് ഈ സൈസ് ഉള്ളപ്പോഴാണ് നമ്മൾ വാങ്ങി വെച്ചത്. അതായത് ഈ വലുപ്പമുള്ള സമയത്ത്, ഈ കനമുള്ള സമയത്ത് വാങ്ങി വെച്ചതാണ്. ഇപ്പോൾ ഒരു അത്യാവശ്യം നല്ല ചുറ്റാവായിട്ടുണ്ടല്ലേ? അതെ, ഇത്രത്തോളം എനിക്ക് ആ ഫ്ലവർ വിഷ്വലി നിങ്ങൾക്ക് കാണാമല്ലോ. ഈ ഫ്ലവർ ഇത്രത്തോളം കിട്ടിയത് ഈ വർഷമാണ്. ചിലപ്പോൾ അടുത്ത വർഷം ഇതിലും ഗ്ലോ ആയിട്ട് നല്ല രീതിയിൽ ഫ്ലവർ വരും. അതായത് ഒരു മാല കോർത്ത് ഇട്ടേക്കുന്ന പോലെ. ഇന്ന് രാവിലെ ആകുമ്പോൾ നല്ല ഇതായിട്ടിരുന്നതാ. ഇത് ഇച്ചിരി കഴിയുമ്പോഴത്തേക്കും ഇതങ്ങ് ഇതാവും. കാരണം ചൂടടിച്ചിട്ട് അതിന്റെ വളരെ മെയിൻ്റെനൻസ് ഒക്കെ എങ്ങനെയാ? മെയിൻ്റെനൻസ് എന്ന് പറഞ്ഞാൽ ചേട്ടന് കാണുമ്പോൾ മനസ്സിലാവല്ലോ, മെയിൻ്റെനൻസ് ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മൾ നല്ല രീതിയിൽ നോക്കിയില്ലെങ്കിൽ കുഞ്ഞിനെ നോക്കുന്ന പോലെ നോക്കണം. തീർച്ചയായിട്ടും. ഇതിനകത്ത് കുരുവിക്കൂടൊക്കെ ഉണ്ടല്ലോ. ഉണ്ട്. അത് നമ്മുടെ ഇവിടെ തന്നെ ഉള്ള ചെറിയ ഈ കരയുന്ന കുരുവികളില്ലേ, ഇവർ തന്നെ വന്ന് കൂട് വെച്ച് മുട്ടയിട്ട് വിരിയും, പുറത്ത് പോവും. നമ്മൾ അതിനെ ഡിസ്റ്റർബ് ഒന്നും ചെയ്യത്തില്ല. അത് എല്ലാത്തിലും ഉണ്ട്. അതാണ്ട് ഇവിടെ ഇതിലും ഉണ്ട് ആ കൂട്. വൈകുന്നേരം ആകുമ്പോഴത്തേക്കും എല്ലാവരും വന്ന് ഇതിലാണ് ഇരിക്കുന്നത്. അവരുടെ ഒരു ഷെൽട്ടറാണിത്. എനിക്കിവിടെ വന്നപ്പോൾ തോന്നിയത്, എന്ത് പാഴ്വസ്തു കിട്ടിയാലും അതിലെല്ലാം ചെടികൾ വളർത്തിക്കൊണ്ടിരിക്കുകയാണ്. അല്ലേ, മരക്കഷ്ണമാണ്, അല്ലെങ്കിൽ ഈ ബൈക്കിൻ്റെ വീലാണ്, റിമ്മാണ്, അങ്ങനെയുള്ള സാധനങ്ങളല്ല, പ്ലാസ്റ്റിക് പാത്രമായാലും എന്തായാലും എല്ലാം വർക്കായിട്ട് നമ്മൾ ഇത് കൂടുതലും ഡ്രിഫ്റ്റ് വുഡ് ഉപയോഗിക്കുന്ന ചേട്ടാ. നമ്മൾ ഈ ഇന്തോനേഷ്യ എന്ന് പറയുന്ന നാട്ടിലാണ് ഇവർ കൂടുതലും ഇങ്ങനെയുള്ള പരിപാടികൾ ചെയ്യുന്നത്. ഈ ഡ്രിഫ്റ്റ് വുഡിൽ പ്ലാന്റുകൾ വെക്കലും ഓർക്കിഡ് സെറ്റിങ്. നമ്മൾ ഈ പ്ലാന്റ് മേടിക്കുന്നതിലല്ല, നമ്മൾ സെറ്റിങ്ങിലിരിക്കുമോ കാര്യം. കണ്ടില്ലേ, ജോമോൻ ജാക്കി 5 വർഷം കൊണ്ട് ചെയ്തെടുത്തതാണ്. പക്ഷേ മെയിൻ്റനൻസ് വലിയ പാടാണ്. അതിന് പരിപാലനം അല്പം പാടാണെങ്കിൽ പോലും ഒരു വലിയ ശ്രമം. നമ്മളൊക്കെ സാധാരണ ഈ വീടുകളിലൊക്കെ തന്നെ ചെറിയൊരു പൂന്തോട്ടം പോലും ഒരു പരിപാലിക്കാൻ വലിയ രീതിയിൽ ബുദ്ധിമുട്ടുന്ന സമയത്താണ് വീട് തന്നെ ഒരു പൂന്തോട്ടമാക്കി മാറ്റിയിരിക്കുന്നത്. ഗംഭീരം. ക്യാമറമാൻ ഷാനാസ് പരീതിനൊപ്പം കണ്ണൻ നായർ, മാതൃഭൂമി ന്യൂസ്, കൊല്ലം. കണ്ണനോട് രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ഇത്രയും പച്ചപ്പും അല്ലേ, മഞ്ഞ നിറവും ഒക്കെ കാണുമ്പോൾ തന്നെ ഒരു വളരെ പോസിറ്റീവായൊരു ഫീലാണ്, ഒരു തണുപ്പും ഒക്കെ തോന്നും. അപ്പോൾ പറഞ്ഞ പോലെ ഇത് സംരക്ഷിച്ചു കൊണ്ടുപോകാൻ കുറച്ച് പണിയുണ്ട്. ആ പണിയും കൂടെ പറ്റുന്നവരെ ഇതിന് ഇറങ്ങാവുള്ളൂ അല്ലേ. ദിവിഷേ, നമുക്കൊക്കെ തന്നെ വലിയ ആഗ്രഹം കാണും, വീട്ടിലോ താമസിക്കുന്ന സ്ഥലങ്ങളിലോ ഒക്കെ തന്നെ ഒരു ചെറിയ പൂന്തോട്ടമെങ്കിലും തയ്യാറാക്കാൻ വേണ്ടിയുള്ള ആഗ്രഹം കാണും. പക്ഷേ അങ്ങനെയൊക്കെ ഒരു പൂന്തോട്ടം തയ്യാറാക്കണമെങ്കിൽ അതിനൊരു വലിയൊരു പരിശ്രമം വേണം, അല്ലെങ്കിൽ അതിനോട് വല്ലാത്തൊരു ആസക്തി, അല്ലെങ്കിൽ ഒരു പാഷൻ ഉണ്ടാകണം. പക്ഷേ പല ആൾക്കാർക്കും അങ്ങനെ ഒരു ക്ഷമ ഉണ്ടാകില്ല. പൂന്തോട്ടം പരിപാലിക്കുക എന്ന് പറയുന്നത് തന്നെ വലിയ ബുദ്ധിമുട്ടേറിയ കാര്യമാണ്. ഓരോ സമയങ്ങളിൽ വെള്ളമൊഴിക്കുകയും വളമിടുകയും ഒക്കെ തന്നെ ചെയ്ത് ഒരു ചെടി പോലും നഷ്ടപ്പെടാതെയൊക്കെ തന്നെ പരിപാലിക്കേണ്ടതുണ്ട്. പലപ്പോഴും സമയ ബുദ്ധിമുട്ട് പോലും ഒക്കെ തന്നെ നമുക്കത് ചെയ്യാൻ സാധിക്കാത്ത ഒരു അവസ്ഥയുണ്ടാകും. പക്ഷേ കൊല്ലം സ്വദേശിയായിട്ടുള്ള ജോമോൻ ജാക്കി എന്ന് പറയുന്ന വ്യക്തിയെ കണ്ടപ്പോഴാണ് എത്രത്തോളം പാഷനേറ്റഡ് ആയിട്ടാണ് ആ വ്യക്തി ആ സസ്യങ്ങളും പൂക്കളും ഒക്കെ തന്നെ പരിപാലിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. 5 വർഷങ്ങൾക്ക് മുമ്പ്, അതായത് കോവിഡ് കാലത്താണ്, ഒരു ചെറിയ തണ്ടാണ് കൊണ്ടുവന്ന് അവിടെ വെച്ചത്. അതിങ്ങനെ പടർന്ന് പന്തലിച്ച് വീടിൻ്റെ മുകളിലേക്ക് എത്തുന്ന ആ ദൃശ്യങ്ങൾ കണ്ടില്ലേ? ആ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഒരു പച്ചപ്പ് നിറഞ്ഞ ഒരു വീട്. ആ വീട്ടിൽ പോയ സമയത്ത് അവിടെ ഫ്രണ്ടിൽ ഒരു വരാന്തയുണ്ട്. ആ വരാന്തയോട് ചേർന്ന് അവിടെ ഇരുന്ന സമയത്ത് വളരെ നല്ല തണുപ്പാണ്, നല്ല ചൂട് കാലാവസ്ഥയല്ല. ആ സമയത്ത് നല്ല തണുപ്പാണ് ആ വീടിൻ്റെ അടിയിൽ ഇരിക്കുന്ന സമയത്ത് തന്നെ. അതിനോട് ചേർന്ന് തന്നെ മറ്റ് പലതരത്തിലുള്ള സസ്യങ്ങളുമുണ്ട്. അവയൊക്കെ
തന്നെ പരിപാലിക്കുന്നത് ജോമോൻ ജാക്കി എന്ന് പറയുന്ന വ്യക്തിയാണ്. ഒപ്പം തന്നെ അതിൽ എനിക്ക് വളരെ കൗതുകം തോന്നിയ ഒരു കാര്യം എന്ന് പറയുന്നത്, എവിടെ നിന്നെങ്കിലും ഒരു പാഴ്വസ്തു കിട്ടിക്കഴിഞ്ഞാൽ അവയൊക്കെ തന്നെ മതിലിലും മറ്റുള്ള സ്ഥലങ്ങളിലും ഒക്കെ തന്നെ കൊണ്ടുവന്ന് വെച്ച് അവിടെയൊക്കെ തന്നെ ഒരു ചെടി നട്ടു വളർത്തുക എന്നുള്ളതാണ്. അവിടെ ഈ ചെടികൾക്കിടയിലൊക്കെ തന്നെ കുരുവികളൊക്കെ തന്നെ വന്ന് കൂട് കൂട്ടി മുട്ടയിട്ട് അങ്ങനെ കഴിയുന്ന ഒരവസ്ഥയൊക്കെ തന്നെയുണ്ട്. അതിനിടയ്ക്കൊക്കെ തന്നെ ചെറിയ ചെറിയ കൂടുകളുമൊക്കെ തന്നെയുണ്ട്. മാത്രമല്ല ആ വീടിൻ്റെ ആ മുകൾ വശം മൊത്തം ഈ ഒരു പച്ചപ്പ് നിറഞ്ഞ ആ ചെടി കൊണ്ട് ഒരു വല്ലാത്തൊരു ഭംഗിയാണ്. ഈ കാലഘട്ടത്തിലാണ് അങ്ങനെ മഞ്ഞപ്പൂക്കൾ വിരിയുന്നത്. ചില സമയങ്ങളിൽ ഈ മഞ്ഞപ്പൂക്കൾ വിരിയാറുണ്ട്. ആ വിരിയുന്ന സമയത്ത് മഞ്ഞയും പച്ചയും ഒക്കെ തന്നെ കലർന്നിരിക്കുന്നു. അല്ലാത്ത സമയത്ത് നല്ല പച്ചപ്പാണ്. അധികം വെള്ളമൊന്നും വേണ്ടാത്ത ഒരു സസ്യമാണെന്നാണ് പറയുന്നത്. അധിനിവേശ സസ്യമാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും അങ്ങനെ ഒരു മനോഹരമായ കാഴ്ച തുടരട്ടെ. ഇത് കാണുമ്പോൾ ചിലപ്പോൾ കുറച്ച് പേർക്ക് നാളെ മുതൽ 2 ചെടി വെച്ച് കളയാമെന്നൊക്കെ തോന്നും. പക്ഷേ സംരക്ഷിക്കാനുള്ള സമയം കൂടി നമ്മൾ കണ്ടെത്തണം.